all phases of nursing. Florence Nightingale emphasizes the fundamental principles of healthcare in her quotes like, "The very first requirement in the hospital is that it should be do the sick no harm." This statement highlights the importance of patient safety and well-being as the primary objectives of any medical facility. Exploring Florence Nightingale characteristics like confidence, determination, integrity, and compassion to mold successful nurses. More than that, century later, the voice of a leader. Her greatest achievement was to transform nursing into respectable profession for women in the year 1860. She established the first professional training school for nurses at St. Thomas Hospital. Her effort to reform healthcare greatly influenced the quality of care in 19th and 20th centuries. ആധുനിക നഴ്സിംഗ് സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അഥവാ വിളക്കേന്തിയ വനിത ആതുര ശുശ്രൂഷ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ ധീര വനിതയുടെ ജീവിതം ആരെയും ആകർഷിക്കുന്നതാണ്. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ 1820 മെയ് 12 ജനിച്ച ഒരു ഇതിഹാസ വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. കുലീനമായ ഒരു ബ്രിട്ടീഷ് കുടുംബത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുമായി വളർത്തപ്പെട്ടു. മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിപരീതമായി തന്റെ ദൈവിക വിളി മനസ്സിലാക്കി ജർമ്മനിയിലെ ഒരു ലൂതറൻ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുവാൻ നൈറ്റിംഗേൽ 1844 ചേർന്നു. 1850 ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്ന് മിഡിൽസെക്സ് എന്ന ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട കോളറയെ നിയന്ത്രിക്കുവാൻ ശാശ്വത പരിപാലനത്തിലൂടെ തനിക്ക് സാധ്യമായി. നൈറ്റിംഗേലിന്റെ മുൻപിൽ ലഭ്യമായ ഏറ്റവും വലിയ ദൗത്യം 1853 ക്രിമിയർ യുദ്ധം നടന്ന സമയത്താണ്. ക്രിമിയയുടെ അടുത്തുള്ള കരിങ്കടലിന് സമീപത്തുള്ള സൈനിക ആശുപത്രികളിൽ ഏകദേശം 18,000-ഓളം പട്ടാളക്കാർ കിടക്കുന്നു. വെല്ലുവിളി നിറഞ്ഞ ഈ കർത്തവ്യം നൈറ്റിംഗേൽ ഏറ്റെടുത്തു. മുറിവേറ്റവരെ ഓരോരുത്തരെയും അതിരുകളില്ലാത്ത മനസ്സിലുവോടെ സുഖപ്പെടുത്തുവാൻ തുടങ്ങി. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ രാത്രിയിൽ പോലും വിളക്കേന്തി താൻ ശുശ്രൂഷ ചെയ്തു. വിളക്കേന്തിയ നൈറ്റിംഗേൽ തുടങ്ങി വെച്ചത് ലോകത്തിന്റെ ഏറ്റവും ആഴമായ ആതുര ശുശ്രൂഷയായിരുന്നു. പുതിയതായി നഴ്സിംഗ് മേഖലയിൽ കടന്നു വന്ന എല്ലാ വിദ്യാർത്ഥികളും ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന വ്യക്തിത്വത്തെയും നഴ്സിംഗിന്റെ പ്രാധാന്യത്തെ പറ്റിയും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഈ ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുക്കുകയും അർപ്പണ മനോഭാവത്തോടെ ഈ ആതുര സേവന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. The lamplighting ceremony serves as an icon and inspiration in nursing profession from Florence Nightingale. This function formally declares the students' entry into the nursing profession. എല്ലാ ഒന്നാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളും അണിനിരന്ന് മുന്നോട്ട് കടന്നു വരേണ്ടതാണ്.
students can have your seats now. The lighting of the lamp significant the bringing of this auspicious event for a new beginning. As the flame illuminates the darkness, it serves as the reminder that the education dispels ignorance and enlighten our lives. We request everyone to stand and rise up for lighting of ceremonial lamp. Welcome all the dignitaries. സ്നേഹം, സമത്വം, സാഹോദര്യം ഇവ മതസൗഹാർദ്ദത്തെ നിലനിർത്തുന്നു. മാനവരാശിയുടെ നന്മയായ സ്നേഹം വെളിച്ചത്തിന്റെ പര്യായമാണ്. വെളിച്ചം ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിനിധാനം ചെയ്യുന്നു. ഭദ്രദീപം തെളിയിച്ച് ഈ സംരംഭം പ്രകാശപൂരിതമാക്കാൻ എല്ലാ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവം. ശ്രീബുദ്ധന്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിലൂടെയാണ് ഈ സുവർണ നിമിഷം സമ്പൂർണ്ണമാകുന്നത്. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയും സ്നേഹനിധിയുമായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസിസ് എമൽഡ ചെഗിൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Respected Chief Guest, Guest of Honor, our beloved Chairman and Vice Chairman, our loving Principal and Vice Principal, dear doctors, teaching and non-teaching staffs, honorable parents, and our enthusiastic students, good morning to you all. And welcome to the 16th lamp lighting ceremony of Orcon family. In this occasion, first of all, I thank God for our Almighty for giving this opportunity to welcome you all in this great occasion. And first, my welcome goes to, I welcome warmly and respectfully our chief guest, Dr. Barnes, MBBS, DFM, FCGP, who is a specialist in family medicine and in his own prestigious Grace Hospital, Kaliyakaville, and also the chairman of Grace Institution under his guidance. He is a highly respected person in the society and is famous for his achievements in the field of medical science.
We are certainly grateful to him for accepting our invitation humbly and gladly to become the chief guest of this occasion. On behalf of Archon family and one and all present here, let me please extend a welcome to you, sir. Next, I welcome our chairman, Dr. C.A. Mohan, sir, chairman of Rukmini Memorial Devi Hospital, Rukmini Memorial Charitable Educational Health Trust, and Rukmini College of Nursing. Our chairman does not need any formal introduction because he is a philanthropist and a respected person in the society. He is well known for his kind of work and professional services in the field of medical service as well as in the field of education service. He is indeed a multifaceted personality and society needs several such people. We are all aware of his impeccable treatments which have saved lives of many. On behalf of Archon family and myself, welcome such highly respectful figure in the society. I welcome you, Doctor. Next, I would like to welcome our lovable Vice Chairman, Dr. Devika Mohan, mother of Archon, who have always been proactive, hardworking, and dedicated to make every event grand success. We welcome you, ma'am. It's a great pleasure to welcome our guest of honor today, Mrs. Srilekha, Nursing Superintendent of General Hospital, Neyatingara. Thank you for taking your time for all of us from your busy schedule to share your thoughts with us. So on behalf of one and all present here, let me please extend a warm welcome to you, ma'am. And next, extend my hearty welcomes to all the doctors. First, I welcome Dr. Saravanan, Respiratory Medicine, Dr. Aravind, Orthopedician, son of our chairman. Even though they are absent, now I welcome them also. Next, I welcome Dr. Kishore Saravanan, gynecologist, wife of Dr. Saravanan, and Mrs. Sharmili, wife of Dr. Aravind, clinical psychologist, and Dr. Deepika, pediatrician, daughter of our beloved chairman, sir. We welcome you all in this great occasion. I'd like to welcome our honorable principal, ma'am, Professor Hepzibah, for her endless commitments to this institution that have helped us reach where we are standing today. Thank you for guiding us and keeping our spirits high. We welcome you, ma'am. It's my turn to extend a gracious and inclusive welcome to our respected Vice Principal, Professor Selvarani. It's your sense of commitment which creates a platform for us to grow both mentally and spiritually. On this great occasion with merging minds, we welcome you, dear madam. It's a great pleasure to welcome our Administrator RMDH, Advocate Devarajan sir. On the behalf of one and all present here, let me please extend a warm welcome to you, sir. It's a special pleasure to heartily welcome all the dearest parents who have constantly extended their love and support to all the high prospects of our institution with immense admiration and affection. We welcome all the parents who made efforts to join this ceremony. I welcome you all. കടന്നു വന്നിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളെയും അവരോടൊപ്പമായിരിക്കുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി ഞങ്ങളുടെ ആർക്കൺ ഫാമിലി വെൽക്കം ചെയ്യുന്നു. Finally and more importantly, I would like to thank and welcome all the faculties, students and all non-teaching staff members of the Archon who have always been proactive, hardworking and dedicated to make every event a grand success. I welcome you also. In this great occasion, my special welcome
goes to our loving buds today. Freshers are here, really with a great applause. Could you please give a great applause and welcome our dear students. And I wish you all the best for your academic and bright future. God is with you always. Definitely you will succeed in your life. So I welcome you all and thank you all. I on behalf of our entire administration, faculty and students, once again I welcome you all. Thank you. Thank you. Thank you, ma'am. Thank you for your mind-blowing welcome speech. We welcome you also to this auspicious occasion. Great leaders harness personal courage, capture the heart and minds of others, and empower new leaders to make the world a better place. Here, we proudly welcome our great leader, Dr. C. Mohan Sir, Chairman, RMDH and ARCOD, for his presidential remark. ആയുധമേന്തിയ ദൈവത്തെക്കാൾ വൈദ്യം അറിയാവുന്ന ഡോക്ടറാണ് ആദരിക്കപ്പെടേണ്ടത്. ഈ വാചകം വ്യക്തമാക്കുന്നത് ഒരു ഡോക്ടറിന്റെ കഴിവിനെയാണ്. ജോലിയോടുള്ള തന്റേതായ ആത്മസമർപ്പണമാണ്. ആധുനിക സേവന രംഗത്തെ പ്രധാനിയും രുക്മിണി മെമ്മോറിയൽ ദേവി ആശുപത്രിയുടെയും രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ശില്പിയും എല്ലാവർക്കും എല്ലായ്പ്പോഴും പ്രചോദനമാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടറും ചെയർമാനുമായ ഡോക്ടർ സി മോഹൻ അവർകളെ അധ്യക്ഷപദം അലങ്കരിക്കുവാനായി വേദിയിലേക്ക് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. A warm good morning to all. Here in the 16th lamp lighting ceremony. Lamp lighting ceremony is an auspicious occasion in every nurse's life, held in remembrance of Florence Nightingale, the Lady of the Lamp. Nursing is the only profession that follow lamp lighting ceremonies. Nursing is a beautiful mission of heart. So, dear budding nursing students, first of all, you should understand the importance of nursing profession and its dignity. You should carry your duties with compassion, empathy, love and devotion. You need good hearts to treat the ailing hearts. You need helping friends, hands to remove the pain, and you need beautiful minds to give happiness to the patient. The service which you are going to provide the needy and the love and affection you give the patients cannot be measured in money terms. We are sure that today you all come to us, a budding blower, and go out from the as fully cheerful, beautiful flowers. We watch Madi. We watch work is together, and I believe that if you work together, share knowledge and ideas, learn from each other what has been successful and also failed, you will achieve great things. I wish you all best for a bright future. God bless you all. Thank you. Thank you, sir. Thank you for your valuable words. It's my pleasure to welcome the most eminent personality in DICE, that is none other than our chief guest, Dr. Vance Joy, MBBS, DFM, FGGP. Specialized in family medicine, founder of Grace Hospital and Nursing Home, chairman, master integration of Grace Institution in Kalikavilla. Proudly, I wish to present that Sir had received Farad Chikitsa Ratnam Award. Sir's wholehearted services toward medical profession make him in a limelight forever. His motivation towards medical field made many youngsters to gloom their mind towards this profession. During your tough schedule, Sir had accepted our request and be a part of with us today. So, once again, wholeheartedly, behalf of our whole family, which you should be proud of, and you will be proud of in the coming years also. So, coming back to the point, this Nightingale madam Nightingale is her name,
as you know, and Florence is the place where she was born, as your staff people, they told you about all the things about Nightingale. You also know all those things. You would have read in the books and other things. Why she was taken as a founder, that you should know. She only started the regular way of nursing, the modern way of nursing. How? All people who are there in the staff nursing as well as on the base nursing, MS nursing, PhD nursing and all those things, they should also know why she was a founder. We'll be just celebrating all so many things in our life every year. Republic Day, Independence Day, Gandhi Jayanti and all those things. Certain aspects only, one person will be taken, just like Gandhi Jayanti, one person will be there who will be recognized in the society. By that way, Madam Nightingale has put the print in the nursing sector. That also you know how and why. So what she did was, she not only did the nursing, she also had statistical data. She took all the statistics about nursing, the fallbacks and the other things and the achievements, all those things she went in. And she has put up 200 papers out of that. And she has went up to all the places in the world and saw all the places, all the nursing sector and other things. So she was not just sitting there and doing nursing. She was developing nursing, and she was the first one to bring up a nice school of nursing or college of nursing or just like that. The first one to put up in a nice way. And from that onwards, the thing was, she was not only writing, she was taking it to the system, into the way. She'll be going to the ministers, she'll be going to the administrators, she'll be giving all the details, all the lacuna in the system, and by that only the system got uploaded and upright like us, what we are enjoying now. So you should also be not just doing nursing, you should study nursing, you should try to find out the lacuna in the nursing, you should find to bring it out by your actions and your talk, your way of doing the things, what you're doing to the patients, how you should do, training the people who are under you, and getting specialty section in the system. Not only BSc nursing, you should go for specialty sections in that. One particular area you should take, because that is the day of the order of the day. You should go to a dialysis, or you should go to a cardiology, you should go to any other section in the thing, and you should get specialty section in that. Then only your life will go up and you will be very, very, very helpful to all the other people, not just like any other person. So, God having given you this wonderful place, see to it that you use it to the maximum so that you may come up, your parents may be happy, the institution will be proud of providing you, and you will be getting into a nice system and you will be serving the students with grace, and you will be looked upon. So and so, madam, she is coming home. The people, not only the people working under you, the people who have employed you, all of them will be proud of you, and your status will go up like anything. That is the thing which you can do for this institution, which your founder chairman with this big vision has brought here. And the main thing is, he was not only who did it, he had a nice partner. So she also with that, and with God's guidance, all these things have happened. Thank you, sir. Thank you for your excellent speech. Now I request Dr. C. Mohan, Chairman, Rukmini Memorial Devi Hospital and Rukmini College of Nursing, to come forward and hand over a momentum as a token of our love and gratitude. And we welcome Dr. Barnes Joey, MBBS, DFM, FCGP, to come forward and receive the momentum as a token of our love and gratitude.
you, sir. Education plays a vital role in transforming lives. It requires the knowledge, empower with the skill, instill in with values, become a responsible individual and global citizen. The lighting of the lamp symbolized the transfer of knowledge, skill, spirit of nursing among students. The lamp The lamp lighting ceremony formally declared the students' entry into nursing profession and wear their uniform in first time. Today, students of our institutions are making a new beginning through the lighting of candles. It is a symbolic act of light that shines within your heart. ദീപം തെളിയിക്കുന്നതിനായി ബഹുമാനിയായ വൈസ് ചെയർമാൻ ഡോക്ടർ ദീപിക മോഹൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് പുതിയ ബാച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുവാൻ മിസ്സിസ് ശ്രീലേഖ കെ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിങ്കര അവർകളെയും പ്രൊഫസർ ഇ ഹെപ്സിബ ജോൺ, പ്രിൻസിപ്പൽ രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് അവർകളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വിദ്യാർത്ഥികൾ മുന്നോട്ട് കടന്നു വന്ന് വെളിച്ചം പകർന്നെടുക്കേണ്ടതാണ്. എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്.
Thank you all the dignitaries and faculties. We are privileged to witness the gathering of young minds eager to embark an educational journey. Let us take this opportunity to acknowledge and appreciate their enthusiasm, determination, and commitment to learning. Nightingale's pledge. In this pledge, nurses promise to uphold, do not harm, practice discretion, and dedicated to the work as a nurse. നഴ്സിംഗ് പ്രൊഫഷന്റെ ധാർമ്മികതയുടെയും തത്വങ്ങളുടെയും പ്രസ്താവനയാണ് നൈറ്റിംഗേൽ പ്ലഡ്ജ്. മാനവക്ഷേമത്തിന്റെ പുരോഗതിക്കായും ഉന്നമന ആരോഗ്യ ദൗത്യമായി തീരുവാനുള്ള ഒരു സത്യവാൻ. പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുവാനായി ബഹുമാനമുള്ള പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ ഹെപ്സിബ ജോൺ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. We request all nurses, including students, to please stand up and be in position for Nightingale's oath. Welcome you, ma'am. I solemnly pledge myself before God and in the presence of this assembly to pass my life in purity and to practice my profession faithfully. I will abstain from whatever is deleterious and mischievous and will not take or knowingly administer any harmful drug. I will do all in my power to maintain and elevate the standard of my profession. And will hold in confidence all personal matters committed to my keeping and all family affairs coming to my knowledge. In the practice of my calling with loyalty I will endeavor to aid the physician in his work and devote myself to the welfare of those committed to my care. Thank you, ma'am. And the purpose is to delight the soul. Now, our 16th batch BSc Nursing students is here with a dedication song. ഈ അവസ്മരണീയ നിമിഷത്തിൽ സമർപ്പണഗാനം ഒന്നാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആലപിക്കുന്നതാണ്.
two ways to spreading light, to be the candle or the mirror that reflects it.
At Trivandrum Medical College in the year 1996 through PSC examination. 15 years she worked there. After that, Madam promoted as a staff nurse grade 1 and 4 years posted in Malayangiru Government Hospital. Again, Ma'am got promotion like head nurse and worked at Government Hospital Aluva since 1 year. Then she worked Government Hospital Vidira since 1 year. Later, Ma'am worked as Deputy Nursing Superintendent. The hospitals such as Ernakulam Government Hospital, Malayangiru Government Hospital. Then she promoted Nursing Superintendent at Neyyatikara General Hospital since 2022 December onwards. Presently, she is waiting for Chief Nursing Officer post. We are grateful to her for accepting our humble invitation and giving us her precious schedule to bless our students as the guest of honor of today's ceremony. Hearty welcome you, ma'am. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് പുതിയ ബാച്ചിലേക്ക് പദമൂന്നിയിരിക്കുന്ന ഇത്രയും 16ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻസിന് എൻ്റെ ആദരവ്. പിന്നെ നിങ്ങളിപ്പം വിളക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾക്കെല്ലാം കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ആ വെളിച്ചം നിങ്ങൾ കെടാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ സർവീസ് സേവന രംഗത്ത് മൊത്തം. പിന്നെ നമ്മുടെ പേഷ്യൻസിന് കെയർ കൊടുക്കുമ്പോൾ ആ പേഷ്യൻസ് എന്ന് പറയുന്നത് അവരൊരു മനുഷ്യനാണ്. അപ്പം നമ്മൾ സ്നേഹത്തോടെയും ഒരു ചിരിക്കുന്ന മുഖത്തോടുകൂടിയും അവർക്ക് സേവനം കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. അല്ലാതെ അവർ പല ദുഃഖങ്ങളിൽ നിന്നും വരുന്നവരാണ്. അപ്പം അവർക്ക് നിങ്ങളുടെ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് അവർക്ക് വലിയ ഒരു ആശ്വാസമാണ്. അതാണ് അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ സേവനം നല്ല രീതിയിലും നല്ല ഒരു പ്ലസന്റ് മൈൻഡായിട്ടും ചിരിക്കുന്ന മുഖത്തോടു കൂടിയും നിങ്ങൾ സേവനം തുടരണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു മെസ്സേജ്. പിന്നെ നമുക്ക് ഫയൽ വർക്കെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അത് യാന്ത്രികമായിട്ട് ചെയ്യരുത്. മനുഷ്യനെ സ്നേഹിച്ച് നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പറഞ്ഞതുപോലെ അവരുടെ ആ മെസ്സേജ് നമ്മുടെ സേവനത്തിലുടനീളം പകർത്തണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ മെസ്സേജ്. നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹവും സർവ്വ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ വിനീതമായി ഈ ഇടവേളയിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടെ അതിഥിയായി വിളിച്ച നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിലനിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് ലാമ്പ് ലൈറ്റിംഗ് ചടങ്ങിലൂടെ ഔപചാരികമായി നഴ്സിംഗിൽ പ്രവേശിച്ച ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സന്ദേശം നൽകുവാൻ
രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വൈസ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രൊഫസർ സെൽവറാണി അവരുടെ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. Respected dignitaries of the dais, our faculty members, dear parents, and beloved students of today's. It's a very happy morning to all of you, and it is a great occasion. It's not only a great occasion, it is even though it is a traditional form of lamp-lighting program, as all the nursing institution usually used to celebrate. But there are a lot of precious moments or rememberable, so many things that we can talk as our chief guest and madams. So many information they highlighted on Florence Nightingale. So Florence Nightingale is the base of nursing profession. As you know, very detailed history about the Florence Nightingale. It's not only Florence Nightingale, so many nursing scholars like Roy, Orams, so many nurses have existed in 18th century. So, but today, till today, we are remembering and talking about them. Why, we should know that why we are standing for the profession, why we selected. So every year, many nurses or many students are coming out, but very few people are selecting the nursing profession. So why we are selecting, should know it, the meaning and the thing. I think while when you wear your uniform and while taking the lab in your hand and while presenting the oath and while walking, while singing the song, you maybe find some changes or check like a moment in your heart. So that shows that dedicating you into the nursing profession. So that always you should remember the oath, each line, what you remembered or what you memorized, what you presented in the group today. Every time when you are going to the hospital, when you are touching the patient or when you are providing nursing care to the patient, you have to remember such things and do or present your nursing care. So you are going to be a nurse not only for the 4 years and after till maybe 40 years, more than that. So every time you should remember that, and dedication and the goodwill in your each moment or wherever you go or wherever you are presenting the care to your patient. So always certain things what you are learning in the classroom is different from what you are presenting or providing care to your patient. So these are all the things that every time you should remember. And remember your parents also. They are giving the profession to select and study that. And also everywhere you should remember you are relating to this profession. So 80s and 90s, the nursing care is entered in day-to-day life, even though new diseases and service at the same time, better nurses. So I wish you all a very good and a happy moments, and very good you all to be here, very good nurses in your life period. Wish you all the very best. Thank you. God bless you. ശുഭദിനം ഉപസംഹരിക്കുവാനായി നമ്മുടെ പ്രിയങ്കരിയും മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും അസിസ്റ്റന്റ് പ്രൊഫസറുമായി സേവനമനുഷ്ഠിക്കുന്ന മിസ്സിസ് അനിഷ ML MSc നഴ്സിംഗ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Good morning. A single lamp can light up a room, just like a single act of kindness can light up someone's life. Our most valued invited guest, I deem it a great honor
and privileged to propose vote of thanks on this memorable occasion. Let me first of all start by giving glory to the Almighty God for making today's occasion as a resounding success. First and foremost, I thank our special guest, Dr. Barnes Joy, Chairman, Grace Institution, who despite his busy schedule has had time to grace this occasion. Thank you, sir. Next, I would like to express my gratitude to our respected Sri Lekha, Nursing Superintendent, General Hospital, Neyatikara, for helping our new nurses to start drawing smiles on pupils' face. Thank you, ma'am. Next, I express my heartfelt gratitude to our respected chairman, Dr. C.A. Mohan sir, who has spared his precious time for us and graced this function with his presence. Thank you, sir. Next, my sincere thanks goes to Dr. Devika ma'am, Vice Chairman, for his constant support and guidance. Thank you, ma'am. Next, I mention my deepest sense of thanks to our power of institution, our youngest doctors, Dr. Saravanan, with his absence, Dr. Kisha Saravanan, Dr. Arvind, Mrs. Shamili Arvind, Dr. Devika, for their continuous support and encouragement. Thank you all. Next, I extend my thanks to our principal, Professor Hepzibah Jonna, for her valuable message and blessing. Thank you, ma'am. Next, my sincere thanks goes to our Vice Principal, Professor Hepzibah Jonna, Professor Selvarani ma'am, for her inspiring speech and blessing. Thank you, ma'am. Next, I would like to thank our Administrative Officer, Mrs. Agatha Jagan ma'am, for her effort and coordination. Thank you, ma'am. Next, I would like to express my gratitude to our Hospital Administrative Officer, Devarajan sir, helpful and precious. Nursing is not just like a profession, it is a calling to service and humanity. Thank you, dears. God bless you all. Families are the root of everything that we do and that we create. I would like to thank our family members for their participation and blessing. Thank you all. Next, I would like to thank our dearest senior students for their support and cooperation for organizing this event. Thank you all. Next, my sincere thanks goes to head of various departments and faculties for their valuable contribution, guidance and encouragement. Thank you. Next, I would like to thank non-teaching staff, sound system for their support for making necessary arrangement. Thank you all. Last but not least, I thank for your participation. Thank you, Ananta. Thank you, ma'am. Let us stand for national anthem. Academic procession proceed to roaming chamber. As you receive this ceremony, may you be remembered that the power of passion, hard work, and never giving up. Your journey has just begun, and the best is yet to come. Your journey has been filled with challenges, but you faced them head on and emerged stronger and developed the ability to overcome obstacles. Congratulations all the novices and welcome to the nursing service. Thank you. Once again, thank you all.